കഴിഞ്ഞ വർഷം ഒരു ഫോട്ടോ പുറത്തു വന്നിരുന്നു. ഹമാസ് നേതാവായിരുന്ന യാഹ്യ സിൻവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ വന്ന ഫോട്ടോയാണിത്. യാഹ്യ സിൻവർ ഒരാളിനെ ചെറുപ്പക്കാരനെ ഉമ്മ വയ്ക്കുന്ന ഒരു ചിത്രമാണ് പുറത്തു വന്നത്. രണ്ടുപേരും ഒരുമിച്ച് വളരെ സ്നേഹത്തോടെ അടുത്ത് നിൽക്കുന്നു. യാഹ്യ സിൻവർ അയാളെ ഉമ്മ വയ്ക്കുന്നു. ഈ ചിത്രം കണ്ട പലരും ഒന്ന് അമ്പരന്നു. ഇവർ പലരും ഓർത്തു ഇയാളെ മറ്റെവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നുള്ളത്. ലോകത്തെ പ്രധാനപ്പെട്ട ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഗാസയിലെ റിപ്പോർട്ടറായിരുന്നു ഇയാൾ. റോയിട്ടേഴ്സ്, അസോസിയേറ്റഡ് പ്രസ് ഒക്കെ പോലെയുള്ള പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടി ഗാസയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ തീവ്രവാദ നേതാവിനോടൊപ്പം ഈ ചിത്രത്തിൽ കണ്ടത് എന്നത് പലർക്കും വിശ്വസിക്കാനാകാത്ത ഒന്നായിരുന്നു. ഹസൻ എസല്യ എന്നതായിരുന്നു ഇയാളുടെ പേര്. ഇയാളുടെ റിപ്പോർട്ടുകൾ ആഗോള വ്യാപകമായി തന്നെ എല്ലാവരും കാണുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരു തീവ്രവാദി നേതാവിനും മാധ്യമപ്രവർത്തനം തമ്മിൽ എന്താണ് ബന്ധം എന്ന് അന്ന് പലരും സംശയിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം ഇയാൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. ഇയാൾ ഹമാസിന്റെ ഒരു കൊടും തീവ്രവാദി സംഘത്തിൽപ്പെട്ട ആളായിരുന്നു എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത്. ഗാസയിലൊക്കെ പലപ്പോഴും മാധ്യമപ്രവർത്തകർ എന്ന വ്യാജേന ഇത്തരം തീവ്രവാദികൾ അവിടെയൊക്കെ തന്നെ സജീവമാകാറുണ്ട്. പലരും വ്യാജ മാധ്യമപ്രവർത്തകരായിരിക്കും. മാധ്യമപ്രവർത്തനം എന്ന ലേബൽ ഉപയോഗിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതായിരിക്കും അവരുടെ രീതി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചിലർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഹസൻ ആള് ചില്ലറക്കാരനല്ല. ഇയാൾ ഇത്തരത്തിലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ പോലും റിപ്പോർട്ടർ ആകണമെങ്കിൽ അയാൾ അസാമാന്യ കഴിവുണ്ടായിരുന്ന ഒരു മാധ്യമപ്രവർത്തനം തന്നെ ആയിരിക്കണം എന്നുള്ളത് ഉറപ്പുമാണ്. ഏതായാലും പിന്നീട് പുറത്തു വന്ന മറ്റൊരു വിവരം 2021 ഒക്ടോബർ 7 ഇസ്രായേലിലേക്ക് ഹമാസ് തീവ്രവാദികൾ കടന്നു കയറി ആക്രമണം നടത്തിയ സംഘത്തിൽ ഇയാളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഈ മനുഷ്യൻ ചിത്രീകരിച്ച ദൃശ്യങ്ങളാണ് പിന്നീട് പലപ്പോഴും പുറത്തു വന്നത്. അതിക്രൂരമായ ആളുകളെ കൊല്ലുന്നതിൻ്റെയും ആളുകളെ ബലം പ്രയോഗിച്ച് തട്ടിക്കൊണ്ടു പോകുന്നതിൻ്റെയൊക്കെ തന്നെ ചിത്രങ്ങൾ എടുത്തത് ഇയാളായിരുന്നു. ഇയാളുടെ ശരിക്കുള്ള പേര് ഹസൻ അബ്ദുൽ ഫത്ത മുഹമ്മദ് എസല്യ എന്നാണ്. ഹസൻ എസല്യ എന്നാണ് ഇയാൾ പൊതുവെ വില നൽകുകയും അറിയപ്പെടുകയൊക്കെ തന്നെ ചെയ്തിരുന്നത്.